താൻ അഭിനയിച്ച സിനിമയുടെ സംവിധായകൻ മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി കുംഭമേള വൈറൽ താരം മൊണാലിസ. ഇന്ന് കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് മൊണാലിസ ആരോപണം ഉന്നയിച്ചത്. സംവിധായകൻ പലതവണ ശരീരത്തിൽ കയറിപ്പിടിച്ചെന്നും സത്യം മറച്ചുവെക്കാനായാണ് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതെന്നും മൊണാലിസ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മൊണാലിസ വൈറൽ താരം, കുംഭമേള വൈറൽ താരം, അതാണ് ആദ്യം ഈ കുട്ടിയെക്കുറിച്ചിട്ട് പുറത്ത് വരുന്നത്. പിന്നീട് കുറേ മൂവീസൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ വന്നിട്ട് ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊണാലിസയെ കാണുന്നത് കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ചു എന്ന നിലയിലാണ്. ആ കല്യാണത്തിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. മൊണാലിസയ്ക്ക് പ്രായമായിട്ടില്ല. 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മൊണാലിസയുടെ ഫാമിലി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് പിറകെയാണ് ഇപ്പോൾ മൊണാലിസ ഒരു പത്രസമ്മേളനം വിളിക്കുകയും അവിടെ മൊണാലിസ അഭിനയിക്കുന്ന സമയത്ത്, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അതിൻ്റെ സംവിധായകൻ മൊണാലിസയോട് മോശമായിട്ട് പെരുമാറി എന്ന് പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. അഭിനയിച്ച സിനിമയുടെ സംവിധായകൻ മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി കുംഭമേള വൈറൽ താരം മൊണാലിസ. ഇന്ന് കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് മൊണാലിസ ആരോപണം ഉന്നയിച്ചത്. സംവിധായകൻ പലതവണ ശരീരത്തിൽ കയറിപ്പിടിച്ചെന്നും സത്യം മറച്ചുവെക്കാനായാണ് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതെന്നും മൊണാലിസ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സനോജ് മിശ്ര സംവിധാനം ചെയ്ത ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലാണ് മൊണാലിസ അഭിനയിച്ചത്. നേപ്പാളിൽ വെച്ചും ഡെറാഡൂണിൽ വെച്ചും മോശം അനുഭവം ഉണ്ടായെന്നും മൊണാലിസ ആരോപിച്ചു. തന്റെ കുടുംബത്തിന് പണം മാത്രമാണ് ആവശ്യമെന്നും അവർ കുറ്റപ്പെടുത്തി. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം, അതായത് പണം മാത്രം മതി ഫാമിലിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ള കാര്യം ഫാമിലിയുടെ അടുത്ത് പറയും. ഇപ്പോൾ ഫാമിലി കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് മൂവിയല്ലേ, മോൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ ഇരിക്കുന്നു? നല്ല ഫാമിലി കേട്ടോ, മോളെ ആരും എന്ത് ചെയ്താലും കുഴപ്പമില്ല, കുറച്ച് പൈസ കിട്ടിയാൽ മതി കയ്യിൽ. നല്ല മെൻറ്റാലിറ്റി ആയതിനാൽ തന്നെ ആക്രമിക്കുന്നുവെന്നാണ് മൊണാലിസയുടെ ഭർത്താവും നടനുമായ ഫർമാൻ ഖാൻ ആരോപിച്ചത്. 2015 എടുത്ത ആധാർ കാർഡ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയായിരുന്നു മൊണാലിസയുടെ പത്രസമ്മേളനം. കഴിഞ്ഞയാഴ്ചയായിരുന്നു മൊണാലിസയും ഫർമാൻ ഖാനും കേരളത്തിലെത്തി വിവാഹിതരായത്. വിവാഹത്തിന് പിന്നാലെ ലവ് ജിഹാദ് ആരോപണവും മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇത് രണ്ടും നേരത്തെ ഇരുവരും തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് പ്രായം തെളിയിക്കാനായി ആധാർ കാർഡുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇവള് ഇപ്പോൾ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോൾ ആരുത്തരവാദിയാണെന്ന് പറയാൻ പറ്റും? ഫാമിലിയെ തന്നെ കുറ്റം പറയാനേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും മോശമായിട്ട് ഒരു അനുഭവം ഒരാളിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലും അത് കുഴപ്പമില്ല, മോൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ കൂടെ എത്ര കാലം എത്ര പെൺകുട്ടികൾ നിൽക്കും? മകൾ നശിച്ചാലും കുഴപ്പമില്ല, മകൾ പീഡിപ്പിക്കപ്പെട്ടാലും കുഴപ്പമില്ല, കാശ് കിട്ടുന്നുണ്ടോ, എനിക്കത് മതി. പങ്കെടുത്ത് വൈറലായ ഒരു 16 വയസ്സുകാരി തെരുവിലാണ് ആ പെൺകുട്ടി ജീവിച്ചത്. അങ്ങനെ മാല കച്ചവടം ചെയ്യാൻ വേണ്ടി കുംഭമേളയിൽ എത്തുകയും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കി കൊടുക്കാൻ ബോബി ചെമ്മണ്ണൂർ തന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ പെൺകുട്ടിയെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ മലയാളികളുടെ ഇടയിൽ ആ പെൺകുട്ടി സുപരിചിതയാകുകയും ചെയ്തു. അപ്പോഴാണ് മലയാളികളെല്ലാം ആ പെൺകുട്ടി ശ്രദ്ധിക്കുകയും ആ പെൺകുട്ടിയുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയെ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി സംവിധായകൻ സിനിമയിലേക്ക് എടുത്തു എന്നുള്ള ഒരു വാർത്ത അറിയുന്നത്. തെരുവിൽ മാല വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു കുടുംബം, ദാരിദ്ര്യത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. അവിടുത്തെ 16-കാരി പിന്നെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്ത കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സകല ജനങ്ങൾക്ക് സംഭവമാക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ ആളുകളും ആ പെൺകുട്ടിക്ക് ആശംസ അറിയിച്ചു. അങ്ങനെ ഈ പെൺകുട്ടിയെ നേരെ ബോംബെയിലേക്ക് ഈ സനോജ് കുമാർ മിശ്ര കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒരുപാട് ആക്ടിംഗ് സ്കൂളിലും ഒക്കെ ചേർത്ത് ഈ പെൺകുട്ടി പഠിപ്പിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായി. അതായത് ഈ കുടുംബത്തെ മൊത്തമായിട്ട് ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന സംവിധായകൻ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന അലവലാതി ഈ പെൺകുട്ടി എവിടെയൊക്കെ ഉദ്ഘാടനത്തിന് പോവോ അല്ലെങ്കിൽ വേറെ എന്തിനൊക്കെ പോവോ, ഒരു എന്തുവാ പറയുക, ഗാർഡിയൻ പോലെ കൂടെ നടന്നിരുന്ന ഒരു വ്യക്തി. ഇയാളാണ് ഈ പെൺകുട്ടിയോട് ഇമാതിരിയുള്ള വൃത്തികേടുകൾ കാണിച്ചത്. ഇയാളെക്കുറിച്ചിട്ട് ഇതിന് മുമ്പ്, അതായത് ഈ മൊണാലിസ അയാളുടെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങേരുടെ ഒരു റേപ്പ് കേസിൽ പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയായിട്ടല്ല, വേറൊരു കുട്ടിയായിട്ട്. അങ്ങനെയുള്ള അലവലാതിയാണ് ഇമാതിരി ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ വീട്ടുകാർ ഫസ്റ്റ് സിനിമയല്ലേ മോളെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്
ആ കൊച്ചിനെ വീണ്ടും ഈ മോൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടത്. ഈ മോൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിരിക്കണം ഇവള് ആ ചെറുക്കൻ്റെ അടുത്ത് പോവുകയും അവരായിട്ട് റിലേഷൻ ആവുകയും ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ അവൻ്റെ അടുത്തോട്ട് പോയി. അതിപ്പം കല്യാണം വരെ എത്തി നിന്നു. ഇതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ നാറി പറയുന്നൊരു കാര്യമുണ്ട്, മൊണാലിസയെ ലവ് ജിഹാദ് ചെയ്ത് കൊണ്ടുപോയെന്ന്. എടാ ഉളുപ്പില്ലാത്തവനെ, നീ ചെറ്റത്തരം കാണിച്ചിട്ട് ഒരുമാതിരി മറ്റേടത്തെ വർത്തമാനം പറഞ്ഞാണല്ലോ. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, മൊണാലിസയെ ലവ് ജിഹാദ് ഉണ്ടാക്കി കൂട്ടിക്കൊണ്ട് പോയതാണ്. നിന്നെ പോലുള്ള അലവലാദികളാണ് മറ്റേ കേരള സ്റ്റോറി എന്നും പറഞ്ഞ് ഉണ്ടാക്കി വിട്ടേക്കുന്ന അലവലാതി. നിനക്കൊന്നും വീട്ടിൽ പെങ്ങന്മാരൊന്നും ഇല്ലടാ. വഴിയെ പോകുന്ന അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലെ ഒരു പെങ്കൊച്ചിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്ന ആ പെങ്കൊച്ചൊക്കെ നിൻ്റെ താളത്തിലിട്ട് തുള്ളുന്നാണോ നിൻ്റെ വിചാരം? ആണോടാ? നിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ചിലപ്പോൾ ആ കൂട്ടത്തിൽ പെടുമായിരിക്കും. ആരെങ്കിലും ഒരാൾ കൈ പിടിച്ചൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് നിന്നു കൊടുക്കുമായിരിക്കും. അതേപോലെ ആണ് എല്ലാവരും ഒന്ന് വിചാരിക്കരുത്. നീ നാറിയല്ലോ ഇപ്പം എന്തായാലും. ശരി എന്നാ.